എന്റെ കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ സമയം വീട്ടിലാണ് ചെലവഴിക്കുന്നത്. ഇപ്പൊ ഒരു മാസം വെക്കേഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പൊ വീണ്ടും 4 ദിവസത്തേക്ക് വീണ്ടും ടേം ബ്രേക്ക്. ചേട്ടാ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം പോലും അവധി എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കില്ല? ഭർത്താവ് അദ്ദേഹം വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ വന്ന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാം എന്റെ രീതിയിൽ മാറ്റിവെക്കണം. അപ്പൊ ബാക്ക് ടു വെക്കേഷൻ തിങ്ങി. ഇവര് വീട്ടിലുള്ളപ്പോ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ജെറിയുടെ കസിൻ വന്ന് വായിലേക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ആ സെയിം പ്രോബ്ലം തന്നെ. വിശപ്പിന്റെ വിളി കൂടിയതുകൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരുന്ന അവസ്ഥയായി. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെഷനിലെ ബില്ലിംഗ് സെഷനിൽ പോയിട്ടുള്ള അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാത്ത 2-3 സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. ഈവനിങ് ടൈം നോക്കി ഇറങ്ങിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പുള്ളിനെ അപ്പൊ തന്നെ അലാം ഇട്ട പോലെ വിളിച്ചിട്ട് താഴെ വന്ന് നിന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിനകത്തേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ പറഞ്ഞു. പണ്ട് വില്ലയിൽ താമസിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ഒരു വ്യത്യാസമുണ്ട്. അടുത്തൊക്കെ കുട്ടികളുള്ളതുകൊണ്ട് 4 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും 4 ദിവസവും കളിച്ച് തിമിർത്തങ്ങ് നടന്നോളും. ഇടയ്ക്ക് ഈ വായ തുറന്നിട്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വായിക്കാത്തേക്ക് സമയത്തിന് വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഓക്കെയാണ്. ആരോ ചോദിച്ചു വില്ലയാണോ ഫ്ലാറ്റ് ആണോ ഇഷ്ടം? ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, ആളനക്കുള്ളത് എവിടെയാണോ അവിടെയാണ് ഇപ്പൊ തൽക്കാലം ഇഷ്ടം. കുറെ പൂച്ചേനെയും എല്ലിനെയും മാത്രം കണ്ട് ഞങ്ങൾ എല്ലാവരും മടുത്തായിരുന്നു.